സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, അതായത് ഇപ്പം ബേൺ ചെയ്യുക, അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക, പഞ്ച് ചെയ്യുക, ഈ രീതിയിലൊക്കെ. എന്നാൽ അവിടെ ഒരു സൂയിസൈഡ് ചെയ്യാനുള്ള ഇൻറ്റൻഷനും ഇല്ല. ഇതിനെയാണ് സെൽഫ് ഹാം ബിഹേവിയർ എന്ന് പറയുന്നത്. പൊതുവെ ആൾക്കാർ ഇതിനെ ഒരു അറ്റൻഷൻ സീക്കിങ് ബിഹേവിയർ ആയിട്ട് മാത്രം കുറച്ച് കാണുന്നുണ്ട്. എന്നാൽ അത് മാത്രമല്ല സെൽഫ് ഹാമിൻ്റെ റൂട്ട് കോസസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസമാണ്. അതായത് ഇപ്പോൾ ഇമോഷണൽ പെയിൻ ബെയർ ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഫിസിക്കൽ പെയിൻ കുറച്ചും കൂടി ബെയറബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇമോഷൻസ് ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കയോട്ടിക് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ, ടഫ്നെസ് ഫീൽ ചെയ്യുമ്പോഴൊക്കെ അതിൽ നിന്ന് ഒരു റിലീഫിന് വേണ്ടി ഒരു ഫിസിക്കൽ ഇഞ്ചുറിയിലോട്ട് പോകുന്നു. പക്ഷേ ഇത് പലപ്പോഴും ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു റിലീഫ് മാത്രമേ അവർക്ക് കിട്ടുന്നത്, അല്ലാതെ അവരുടെ ആക്ച്വൽ പ്രോബ്ലം ഒന്നും അവിടെ സോൾവ് ആവുന്നില്ല. ഇപ്പോൾ ഡിപ്രഷൻ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ആങ്സൈറ്റി, ട്രോമ റെസ്പോൺസസ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം സെൽഫ് ഹാം ബിഹേവിയേഴ്സ് ഉണ്ടാകാം. പലപ്പോഴും ഈ സെൽഫ് ഹാം ബിഹേവിയേഴ്സിൻ്റെ പാടുകളെ ഹൈഡ് ചെയ്യാൻ നോക്കുക, അതിന് ചുറ്റും ഒരു നിശബ്ദത പാലിക്കുക, ഇത്തരം രീതിയിലാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് സെൽഫ് ഹാം ബിഹേവിയേഴ്സ് ചെയ്യുന്നവരിൽ അതിനെ മനസ്സിലാക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക, അതിനെ ഹീൽ ചെയ്യാനും ബെറ്റർ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുന്നതാണ് പ്രാധാന്യം. താങ്ക് യു.